ഞാൻ ഈ പറയുന്ന 7 സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വളരെ നല്ല പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒന്നാമത്തെ സെറ്റിങ്സിനായി ആദ്യം ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ എബൌട്ട് ഫോൺ എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ടിവിടെ MIUI വെർഷൻ എന്ന് കാണാം, അതിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് ബാക്ക് എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ കാണാം, അത് ഓൺ ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് കാണാം, അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്, അത് ഓൺ ചെയ്ത് വയ്ക്കുക. അടുത്ത രണ്ടാമത്തെ സെറ്റിങ്സിനായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ ഡാറ്റ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലീൻ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്ത് ക്ലീൻ ചെയ്യുക. ഇനി മൂന്നാമത്തെ സെറ്റിങ്സിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മാനേജ് ആപ്സ് ഡിവൈസ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ മാനേജ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന് കാണാം, അവിടെ 3 ലൈൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളോ ഏറ്റവും കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആപ്പുകളോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ കോളത്തിൽ ടിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അടുത്ത നാലാമത്തെ സെറ്റിങ്സിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നിട്ട് സൈറ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ ആൾ സൈറ്റ്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 24 hours എന്ന് കാണുന്നതിൻ്റെ അടുത്തൊരു ചെറിയ ആരോ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾ ടൈം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ്ഡ് പാസ്വേഡ് എന്നുള്ളത് അൺടിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ ഡിലീറ്റ് ഡാറ്റ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ സെറ്റിങ്സിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരു ചെറിയ ബോക്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ആൾ ടാബ്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അടുത്ത ആറാമത്തെ സെറ്റിങ്സിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മാനേജ് സ്റ്റോറേജ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് സെലക്ട് ആൾ എന്ന് കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അടുത്ത ഏഴാമത്തെ സെറ്റിങ്സിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സൈറ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡോണ്ട് അലോ സൈറ്റ്സ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ 7 സെറ്റിങ്സുകൾ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഫോൺ കൂടുതൽ സ്മൂത്തായും മികച്ച പെർഫോമൻസായും പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.